गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം. 2025 സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 4 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് കന്നി 12 മുതൽ 18 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് സൂര്യനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. അവിചാരിതമായ ആപത്തുകളെ കരുതിയിരിക്കുക. തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം എന്നിവ ഉണ്ടായേക്കാം. ദാമ്പത്യബന്ധം തൃപ്തികരമായിരിക്കുകയില്ല. ഉദരരോഗത്തിന് സാധ്യത കാണുന്നു. സ്ഥാനപ്രാപ്തി ഉണ്ടാകും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. രോഗങ്ങളെ കരുതിയിരിക്കുക. ധനസമൃദ്ധിയും ബന്ധുഗുണവും ഉണ്ടാകും. മനപ്രയാസം, ഭാര്യാപുത്രാദികൾക്ക് അസുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് സൂര്യനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും ശത്രുസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സമ്പത്തിന് വർധനവും സൽകീർത്തിയും ഉണ്ടാകും. വാഹന ശയന സുഖം പ്രതീക്ഷിക്കാം. വാക്കുകൾ ശ്രദ്ധേയമാകും. വിവേകം കൈവെടിയരുത്. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. മൃഷ്ടാന്ന ലാഭം, ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. മനസ്സിന് അസ്വസ്ഥതകൾ വർദ്ധിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് ശുക്രനും സുഖസ്ഥാനത്ത് സൂര്യനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധനും പുത്രസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. സന്താന ദുരിതത്തിന് സാധ്യതയുണ്ട്. ബന്ധുസമാഗമവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. കലഹപ്രവണതയുണ്ടാകാം. ശത്രുശല്യം വർദ്ധിക്കും. ഐശ്വര്യവും വസ്ത്രാഭരണ ലാഭവും ഉണ്ടാകും. അലച്ചിലും മാനഭംഗവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർതം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് സൂര്യനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായി ബുധനും സുഖസ്ഥാനത്ത് കുജനും ധർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. പിതൃതുല്യരായവർക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം. ധനധാന്യ സമൃദ്ധി ഉണ്ടാകാം. യാത്രാക്ലേശവും ദുഃഖവും ഉണ്ടായേക്കാം. സഹോദര ഗുണം കുറയാം. സ്ഥാനഭ്രംശവും ദുർജന സംസർഗവും ഉണ്ടാകും. സഞ്ചാര തടസ്സം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ആയുധം കൊണ്ട് മുറിവ് പറ്റൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി സൗഖ്യവും അനുഭവ ഗുണവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണുപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് സൂര്യനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും സഹോദരസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മാനസിക അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു. ഭയം, ദുഃഖം, ശത്രുനാശം, ശയനസുഖം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വിജയവും ആഗ്രഹ സാഫല്യവും വന്നുചേരും. ധനലാഭം ഉണ്ടാകും. സന്താന ഗുണവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭം, ഭാര്യാസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി കലഹം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രനും ജന്മത്തിൽ സൂര്യനും ജന്മത്തിലും ധനസ്ഥാനത്തുമായ ബുധനും ധനസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. യാത്രാക്ലേശവും എല്ലാ കാര്യങ്ങളിലും മന്ദതയും അനുഭവപ്പെടും. പല മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് യോഗം കാണുന്നു.
സന്താന ദുരിതങ്ങൾ ഉണ്ടാകാം. തൊഴിൽ മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വസ്ത്രലാഭം, ഭയം, സഞ്ചാര തടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. രോഗങ്ങളും സഞ്ചാരക്ലേശങ്ങളും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, മഹാവിഷ്ണുപ്രീതി എന്നിവ വരുത്തുക. അടുത്ത തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രനും വ്യയസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായ ബുധനും ജന്മത്തിൽ കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും. ബന്ധുക്കളുമായി വിരോധത്തിന് സാധ്യത. മാനക്ഷയം, വസ്ത്രലാഭം, അനാരോഗ്യം, സഞ്ചാര തടസ്സം എന്നിവയുണ്ടാകും. മനോദുഃഖവും ശത്രുശല്യവും ഉണ്ടാകാനിടയുണ്ട്. ധനനഷ്ടത്തിനും വിദ്യാ തടസ്സത്തിനും സാധ്യത കാണുന്നു. കുടുംബസൗഖ്യവും ആജ്ഞാശക്തിയും ഉണ്ടാകും. കാര്യവിജയം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായ ബുധനും വ്യയസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ബുദ്ധി പിഴയ്ക്കാൻ സാധ്യതയുണ്ട്. മനപ്രയാസം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് അപമാനങ്ങൾക്ക് സാധ്യത. അരിഷ്ടതയും യാത്രാക്ലേശവും ഉണ്ടാകും. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം പ്രതീക്ഷിക്കാം. ധനനഷ്ടവും ഉഷ്ണരോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൃഷ്ടാന്ന ലാഭം, മാനക്ഷയം, കാര്യവിജയം, ഭയം എന്നിവ പ്രതീക്ഷിക്കാം. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായ ബുധനും ലാഭസ്ഥാനത്ത് കുജനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഗുണം വർദ്ധിക്കും. സമസ്ത മേഖലകളിലും വിജയമുണ്ടാകും. മൃഷ്ടാന്ന ലാഭം, ധനലാഭം, സുഖാനുഭവ യോഗം, അമിതമായ ചെലവ് എന്നിവ പ്രതീക്ഷിക്കാം. ധനലാഭം, ഭൂമിലാഭം എന്നിവ ഉണ്ടായേക്കാം. ശത്രുനാശവും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകും. സന്താന ഗുണവും ബുദ്ധിക്ക് ഉണർവും ഉണ്ടാകും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ബന്ധുക്കൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ദേവീപ്രീതിയും വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ബുധനും കർമ്മസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ധനപരവും കളത്ര സൗഖ്യവും പ്രതീക്ഷിക്കാം. ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. കാര്യവിഘ്നവും സന്താന ദുഃഖവും ഉണ്ടാകാം. കർമ്മരംഗത്ത് കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ശയനസുഖം, മാനക്ഷയം, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പല വിധത്തിലുള്ള ആപത്തുകളെ നേരിടേണ്ടതായി വരും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ സൂര്യനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങൾക്ക് സാധ്യത. ഭാഗ്യസിദ്ധി, തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പരാജയങ്ങളും ശരീരത്തിന് സുഖക്കുറവും ഉണ്ടാകും. സന്താന ഗുണവും വിദ്യാപുരോഗതിയും പ്രതീക്ഷിക്കാം. സജ്ജന സംസർഗവും സ്ത്രീലാഭവും ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. സുഖഹാനിക്കും നയനരോഗങ്ങൾക്കും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ബുധനും അഷ്ടമത്തിൽ കുജനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങളും സ്വജന വേർപാടും ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യവും മനോവിഷമങ്ങളും ഉണ്ടാകും. അനുഭവഗുണം കുറയും. നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകും. സ്വജന വിരോധം, ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകാം. പലതരം തടസ്സങ്ങളും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ബന്ധനം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, ധനനാശം എന്നിവ ഉണ്ടായേക്കാം. ശാരീരിക അധ്വാനം വർദ്ധിക്കും. രക്തസ്രാവം ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ശിവപ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.